മൂന്നാറിലെ വ്യാജ പട്ടയവുമായി ബന്ധപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥരുടെ പങ്ക് കണ്ടെത്തിയ രാജൻ മതേക്കർ റിപ്പോർട്ടിൽ CBI അന്വേഷണത്തിന്റെ സാധ്യത തേടി ഹൈക്കോടതി. സർക്കാരിനോട് നിലപാട് അറിയിക്കാൻ കോടതി ആവശ്യപ്പെട്ടു. 2004-ൽ അന്നത്തെ ഇന്റലിജൻസ് മേധാവി നൽകിയ റിപ്പോർട്ടിൽ സർക്കാർ ഇതുവരെ നടപടിയെടുത്തിട്ടില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. 1992 മുതൽ 2003 വരെ ഇടുക്കിയിൽ ജോലി ചെയ്ത ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ സംശയ നിഴലിലുള്ളത്. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്നും. ശ്രീകാന്ത്, നേരത്തെ ഈ മൂന്നാർ കയ്യേറ്റ കേസുകൾ കോടതിയുടെ മുൻപാകെ വന്ന സമയത്ത് ഒരു ടാസ്ക് ഫോഴ്സിനെ ചുമതലപ്പെടുത്താമെന്നതായിരുന്നു സർക്കാർ പറഞ്ഞത്. അക്കാര്യത്തിൽ കോടതി ഒരു നിഗമനത്തിലെത്തിയിട്ടില്ല, നിലപാടിലെത്തിയിട്ടില്ല. ഇപ്പോഴത്തെ രാജൻ മതേക്കറുടെ റിപ്പോർട്ട് കൂടി പരിഗണനയ്ക്ക് വരുന്നു. അപ്പോൾ സ്വാഭാവികമായും CBI എന്നതിലേക്ക് എത്തുകയാണോ കാര്യങ്ങൾ? വിജയകുമാർ, ഈ പോക്ക് കണ്ടിട്ട് CBI അന്വേഷണത്തിലേക്ക് ഇത് ചെന്ന് അവസാനിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കോടതിയുടെ ഓരോ ചോദ്യങ്ങളും സർക്കാരിനെ വല്ലാതെ കുഴപ്പിക്കുന്നുണ്ട്, കൃത്യമായ മറുപടിയുമില്ല. ഈ പശ്ചാത്തലത്തിൽ നമ്മൾ അനുമാനിക്കുന്നത് ഇത് CBI അന്വേഷണത്തിൽ തന്നെ ചെന്ന് അവസാനിക്കും എന്നുള്ളതാണ്. നിലവിൽ ഇന്നിപ്പോൾ ഈ രാജൻ മധേക്കർ റിപ്പോർട്ടിൽ CBI അന്വേഷണത്തിന് സർക്കാരിന്റെ നിലപാട് തേടിയിരിക്കുകയാണ് ഹൈക്കോടതി. അതൊരു നിർണായക ചുവടുവയ്പ്പാണ്. വ്യാജ പട്ടയങ്ങൾക്ക് പിന്നിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയില്ലാത്തതാണ് കോടതിയെ ചൊടിപ്പിച്ചതും ഇങ്ങനെ ഒരു ഇടപെടലിലേക്ക് നയിച്ചതും. 1992 മുതൽ 2003 വരെ ഇടുക്കിയിൽ ജോലി ചെയ്ത ഉദ്യോഗസ്ഥർ സംശയനിഴലിലാണ് എന്ന് കോടതി പറയുന്നു. 2004-ലാണ് രാജൻ മധേക്കർ ഈ റിപ്പോർട്ട് നൽകിയത്. എന്നാൽ സർക്കാർ ഇതുവരെയും നടപടിയെടുത്തില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. CBI അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന് അടുത്ത സിറ്റിംഗിൽ അറിയാം. 2004-ലാണ് രാജൻ മതേക്കറുടെ റിപ്പോർട്ട് വരുന്നത്. ആ ഘട്ടത്തിൽ അവിടെ ജോലി ചെയ്ത റവന്യൂ ഉദ്യോഗസ്ഥരായിരുന്നു അതിൽ ആരോപണ വിധേയർ. അവർക്കെതിരെയായിരുന്നു കണ്ടെത്തൽ. പക്ഷേ പിന്നീട് സർക്കാരുകൾ ആ റിപ്പോർട്ടിന് മേൽ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. വീണ്ടും അത് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് എത്തുമ്പോൾ ഇതുവരെ സർക്കാർ അതിൽ നടപടിയെടുക്കാത്തത് കൊണ്ട് മറ്റൊരു ഏജൻസിയെ കേസ് ഏൽപ്പിക്കുന്നതിൻ്റെ സാധ്യത കോടതി തേടുകയാണ്. CBI വേണ്ടെങ്കിൽ അതെന്തുകൊണ്ടെന്ന് വിശദീകരിക്കണമെന്നാണ് ഇപ്പോൾ സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്.